ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AD അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ്. ആ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വീഡിയോയിലേക്ക് പോവാം. കാർത്തിക് സുബ്ബരാജിൻ്റെ സംവിധാനത്തിൽ സൂര്യ നായകനായിട്ട് വരാൻ പോകുന്ന ലവ് ആക്ഷൻ എൻ്റർടൈനറാണ് സൂര്യ 44. സൂര്യ 44 സൂര്യയ്ക്കുള്ള കാർത്തിക് സുബ്ബരാജ് വക ഒരു ട്രിബ്യൂട്ട് സിനിമയാണ്. അതായത് കാർത്തിക് സുബ്ബരാജ് തലൈവർ രജനീകാന്തിന് കൊടുത്തൊരു ട്രിബ്യൂട്ടായിരുന്നു പേട്ട എന്ന് പറയുന്ന സിനിമ. അതുപോലെ സൂര്യയ്ക്ക് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായിരിക്കും സൂര്യ 44. അപ്പോൾ അതങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട്. സൂര്യ 44-ലായിരിക്കും സൂര്യയുടെ കംബാക്ക്. അതുപോലെ തന്നെ ഈ മാസം ഡിസംബർ 2nd വീക്കിൽ സൂര്യ 44-ൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ ടീസർ വരുമെന്ന് നേരത്തെ തന്നെ നമ്മളെല്ലാം അറിഞ്ഞതാണ്. എന്നാലിപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ടൈറ്റിൽ ടീസർ വരും, എന്നാൽ സൂര്യ 44-ൻ്റെ ടൈറ്റിൽ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട്. സംഭവം ഒഫീഷ്യലാണ്. സൂര്യ 44-ൻ്റെ ടൈറ്റിൽ കൾട്ട് എന്നാണ്. കൊള്ളാല്ലേ, നൈസ് ടൈറ്റിൽ. പിന്നെ സൂര്യ 44-ൻ്റെ തീമിൻ്റെ ഭാഗത്തുനിന്നും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സൂര്യ 44 ഒരു വിൻറ്റേജ് ടൈപ്പ് സിനിമയാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ വിൻറ്റേജ് ടൈപ്പ് ലവ് ആക്ഷൻ കാർത്തിക് സുബ്ബരാജ് സംഭവം, അതാണ് സൂര്യ 44. കൈദി 2 LCU അഥവാ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തന്നെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ് കൈദി. കൈദി കഴിഞ്ഞ് വിക്രം വന്നു, വിക്രം കഴിഞ്ഞ് ലിയോ വന്നു. ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ റേഞ്ച് ഏത് ലെവലിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ ലെവൽ ഹൈപ്പാണ് ഇപ്പോൾ LCUവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന LCU സിനിമ എന്ന് പറയുന്നത് കൈദി 2 ആണ്. അത് യൂണിവേഴ്സിൻ്റെ ഒരു ബേസ്മെൻ്റ് ആയിരിക്കുമെന്നും ലോകേഷ് കനകരാജ് കൺഫേം ചെയ്തിരുന്നു. ഇപ്പോൾ കൈദി 2-നെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കൈദി 2-വിൽ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് മ്യൂസിക് ഡയറക്ടറായിട്ട് അനിരുദ്ധ് വരുമെന്നാണ്. എന്നാൽ അതിന് ഒട്ടും ആർക്കും താല്പര്യമില്ലായിരുന്നു. അതിന് വേറൊരു റീസണും കൂടിയുണ്ട്. കാരണം കൈദി ഫസ്റ്റിൻ്റെ മ്യൂസിക് ഡയറക്ടർ സാം CS ആയിരുന്നു. സാം CSൻ്റെ കരിയർ ബെസ്റ്റ് വർക്കായിരുന്നു നമ്മൾ കൈദിയിൽ കണ്ടത്. ആ ഒരു ലെവൽ BGM ആയിരുന്നു സാം CS കൈദിയിൽ കൊടുത്തിരുന്നത്. എന്നാൽ കൈദി 2-ലേക്ക് വരുമ്പോൾ അനിരുദ്ധ് ആണെന്ന് മുൻപ് കേട്ടപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊരു ചടപ്പ് തോന്നിയിരുന്നു. ബട്ട് അതൊരിക്കലും അനിരുദ്ധ് മോശമായതുകൊണ്ടല്ല. വിക്രമിലും ലിയോയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ അനിരുദ്ധ് തന്നെയാണ് പറ്റുക. എന്നാൽ കൈദിയിലേക്ക് വരുമ്പോൾ കൈദി ഒരു സോങ്സ് ഒന്നും വേണ്ടാത്ത BGMs കൊണ്ടുള്ള ആറാട്ട് മാത്രം നടക്കുന്ന ഒരു സിനിമയാണ്. സോ കൈദി 2-ലേക്ക് വരുമ്പോൾ എല്ലാവർക്കും സാം CSനെ മതി. എന്നാലിപ്പോൾ അതങ്ങ് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. കൈദി 2-ൻ്റെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് അല്ല, സാം CS ആണ്. അങ്ങനെ ഇപ്പോൾ LCU യൂണിവേഴ്സിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കൈദി സാം CS, വിക്രം ലിയോ അനിരുദ്ധ്, ബെൻസ് സായ് അഭ്യങ്കർ. ലിയോ LCU യൂണിവേഴ്സിലെ മൂന്നാമത്തെ സിനിമയാണ് ലിയോ. എന്നാൽ ദളപതി ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട് വരുംകാല LCU സിനിമകളിൽ ദളപതി വിജയ് ഉണ്ടാവുമോ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നതും ദളപതി 69-ന് ശേഷം ദളപതി വിജയ് ഇനി ഒരു സിനിമകളിലും അഭിനയിക്കില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ വരുംകാല LCU സിനിമകളിൽ ദളപതി വിജയ് ലിയോദാസ് ആയിട്ട് വരുമെന്നുള്ളതിന് ഒരു കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് തന്നിരിക്കുന്നത് ലോകേഷിൻ്റെ ചങ്കും അതുപോലെ തന്നെ ലിയോ സിനിമയുടെയും വിക്രം സിനിമയുടെയും മാസ്റ്ററിൻ്റെയും ഒക്കെ ഡയലോഗ് റൈറ്റർ ആയിട്ടുള്ള രത്നകുമാറാണ്. പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർവ്യൂവിൽ വെച്ച് ആങ്കർ രത്നകുമാറിനോട് ചോദിച്ചു, ലിയോ എന്ന് പറയുന്ന സിനിമ ആദ്യം തന്നെ സ്റ്റാൻഡലോൺ സിനിമയായിരുന്നോ അതോ ഓൾറെഡി LCU ഫിക്സ് ചെയ്തിട്ടല്ലേ ആയിരുന്നോ ലോകേഷ് ഇതെല്ലാം റെഡി ആക്കിയിരുന്നത് എന്ന്. അതിന് മറുപടിയായിട്ട് രത്നകുമാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ലിയോയുടെ കഥ ആദ്യമേ ലോകേഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ കഥയായിരുന്നു. വിജയ് സാർ വന്നതിന് ശേഷമാണ് ആ സിനിമ LCUവിലേക്ക് എത്തിയത്. കൈദിയിലെ മരിയൻ ജോർജിൻ്റെ കഥാപാത്രം വന്നതും ക്ലൈമാക്സിൽ കമൽഹാസൻ്റെ വോയിസ് ഓവറും പിന്നീട് കഥയിൽ ചേർത്തതാണ്. സിനിമയിൽ ഏറ്റവും ബുദ്ധിമുട്ടിയത് അതിൻ്റെ മിസ്റ്ററി എപ്പോൾ റിവീൽ ചെയ്യണമെന്ന കാര്യത്തിലായിരുന്നു. ഭാഷ വിക്രം പോലുള്ള സിനിമകളിൽ ഇൻ്റർവെല്ലിൽ വെച്ച് തന്നെ റിവീൽ ചെയ്തിരുന്നു. ലിയോയിൽ ആ ഒരു കാര്യത്തിൽ താനും ലോകേഷും ഒരുപാട് കൺഫ്യൂസ് ആയെന്നുമാണ് രത്നകുമാർ പറഞ്ഞിട്ടുള്ളത്. അവസാന നിമിഷം വരെ ലിയോ ശരിക്കും ആരാണ് എന്ന മിസ്റ്ററി കാത്തു സൂക്ഷിക്കാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. ലിയോയുടെ അനൗൺസ്മെൻറ്റ് മുതൽ ഓരോരുത്തരും ചെയ്ത ഡീകോഡിങ് ഞാനും കണ്ടിരുന്നു. എനിക്കാണെങ്കിൽ LCU ആണെന്ന കാര്യം ആദ്യമേ അറിയാം, പക്ഷേ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അറിയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ ലിയോയുടെ കഥ ലോകേഷ് നേരത്തെ തയ്യാറാക്കി വെച്ചതായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് LCUവിലല്ലായിരുന്നു. വിജയ് സാർ ആ പ്രൊജക്റ്റിലേക്ക് ആയപ്പോഴാണ് അത് LCUവിലേക്ക് ചേർത്തത്. മരിയൻ ജോർജിൻ്റെ ക്യാരക്ടറും കമൽഹാസൻ്റെ വോയിസ് ഓവറും പിന്നീട് സ്ക്രിപ്റ്റിൽ ചേർത്തതാണ്.
ഇങ്ങനെയാണ് രത്നകുമാർ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ലിയോയുടെ കഥ നമ്മളൊക്കെ കണ്ടുപടുത്ത ഒരു പഴയ കഥയാണ്. ലിയോ എന്ന് പറയുന്ന പ്രൊജക്റ്റ് മാസ്റ്റർ ടൈമിൽ തന്നെ വിജയ് ലോകേഷും പറഞ്ഞ് ഫിക്സ് ആക്കിയിരുന്ന പ്രൊജക്റ്റ് ആയിരുന്നു. അന്ന് അതിൽ LCU ഫാക്ടേഴ്സ് ഒന്നുമില്ല. എന്നാൽ 2022 വിക്രം വന്നതിന് ശേഷം ലിയോ ലോക്കായി. ആ ടൈമിൽ ദളപതിയുടെ അടുത്ത് ലിയോ സ്റ്റോറിയുമായി ലോകേഷ് ചെന്നപ്പോൾ ലോകേഷിന് അത് LCUവിലേക്ക് ആക്കിയാലോ എന്നുള്ള ഒരു ഐഡിയ തോന്നി. അത് ദളപതിയോട് പറഞ്ഞപ്പോൾ സംഭവം ദളപതിക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് ലിയോ LCUവിലേക്ക് വന്നത്. അതാണ് മരിയ ജോർജിൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ ക്ലൈമാക്സിലെ കമൽഹാസൻ്റെ വോയിസ് ഓവറും. ഇങ്ങനത്തെ ചെറിയ ഫാക്ടേഴ്സ് വെച്ചിട്ട് മാത്രമാണ് ലോകേഷ് ലിയോയെ LCUവിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയുള്ളത് അപ്ഡേറ്റ്സ്. ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ഗൈസ്.